നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാജ്യ തലസ്ഥാനം നിന്ന് കത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് പാറ്റകൾ സംഘർഷഭരിതമായിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. ജൻപത് മെട്രോ സ്റ്റേഷന് മുന്നിൽ പോലീസ് ജീപ്പ് CJP പ്രതിഷേധക്കാർ തള്ളിയിട്ടു. മാത്രമല്ല, പ്രതിഷേധക്കാരെ പോലീസ് അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ അടക്കം നമ്മൾ കാണുകയാണ്. കൂടുതൽ പോലീസ് സേന സ്ഥലത്തെത്തുകയുണ്ടായി. മെട്രോ സ്റ്റേഷന് നേരെ ആക്രമണം, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രാജ്യ തലസ്ഥാനം അശാന്തിയിലാണ്. കൂടുതൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം രാത്രിയിലും ജന്തർ മന്ദറിലേക്ക് എത്തി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, MP-മാരായ K രാധാകൃഷ്ണൻ, V ശിവദാസൻ എന്നിവരും സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് ജന്തർ മന്ദറിലെത്തി. പിന്നാലെ ഇവർ പോലീസുമായി വാക്കുതർക്കമുണ്ടായി. നേതാക്കളെ പോലീസ് തടഞ്ഞു അങ്ങോട്ട് പോകുന്നതിൽ നിന്നും. ഇതിനു പിന്നാലെയാണ് MA ബേബിയും അതുപോലെ തന്നെ MP-മാരും ഒക്കെ പോലീസിനോട് കയർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലുള്ള വലിയൊരു തർക്കം MA ബേബിക്കും പോലീസിനും MP-മാർക്കും ഇടയിൽ ഉണ്ടായി. CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജയും ആനി രാജയും സമരക്കാർക്ക് പിന്തുണ അറിയിച്ച് ഇവിടെ എത്തിയിരുന്നു. പോലീസുമായി ഉണ്ടായ പിടിവലി, അതായത് വാക്കേറ്റം ഒരു പിടിവലിയിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. പിടിവലിയിൽ രാധാകൃഷ്ണൻ MPയുടെ കൈക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പാർലമെന്റിന് 200 മീറ്റർ അകലെ റൈസീന റോഡിലും സൻസദ് മാർഗിലും വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇതോടെ രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജും കണ്ണീർ വാതകവും ഉപയോഗിച്ചു. ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. കൂടുതൽ പ്രവർത്തകരെത്തുന്നത് തടയാൻ രാജീവ് ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള 5 പ്രധാന മെട്രോ സ്റ്റേഷനുകൾ ഡൽഹി മെട്രോ കോർപ്പറേഷൻ താൽക്കാലികമായി അടച്ചിട്ടു. സെൻട്രൽ ഡൽഹിയുടെയും സമരസ്ഥലത്തിന്റെയും പരിസരങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. ഇതിനിടെ സമരക്കാരുടെ പ്രതിനിധികൾ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ 10 മിനിറ്റ് ചർച്ചയാണ് നടന്നത്. 3 ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് JP നദ്ദയ്ക്ക് CJP അംഗങ്ങൾ കൈമാറി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുക രണ്ടാമത്തെ ആവശ്യം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളടങ്ങിയ കത്താണ് JP നദ്ദയ്ക്ക് കൈമാറിയത്. അതേസമയം CJP പ്രതിഷേധത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI പ്രവർത്തകർ തിരുവനന്തപുരം ലോക്സഭയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി. ഇതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് പ്രതിഷേധം കടുത്തതോടെ 7 തവണ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, അതിലപ്പുറത്തേക്കൊന്നും CJP ആവശ്യപ്പെടുന്നില്ല. ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്നത്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദിബ്കെ പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടതിന് പിന്നാലെ ജന്തർ മന്ദറിലേക്ക് തിരിച്ചെത്തിയ CJP പ്രതിഷേധക്കാർ പുതിയ വേദി സ്ഥാപിക്കുകയും പ്രതിഷേധം തുടരുകയും ചെയ്തു. ഞങ്ങൾ ഇനിയും മാർച്ച് ചെയ്യും, ഇവിടം വിടില്ല എന്നാണ് പാർലമെന്റ് മാർച്ച് സംബന്ധിച്ച ചോദ്യങ്ങളോട് ദീപ്കയുടെ പ്രതികരണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് CJPയുടെ നിലപാട്. അടുത്ത മാർച്ചിനുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുകയാണ്. അടുത്ത നീക്കം സംബന്ധിച്ച് CJP ഔദ്യോഗികമായി അറിയിക്കുമെന്നും CJP വക്താക്കൾ അറിയിച്ചു. വിദ്യാർത്ഥി നേതാക്കൾ പാർലമെന്റ് അംഗങ്ങളെ കാണുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ടോടെ ഒഴിയേണ്ടി വന്ന സമരവേദിയിലേക്ക് രാത്രിയാണ് അഭിജിത്ത് ദീപ്കയും സംഘവും തിരിച്ചെത്തിയത്. പ്രതിഷേധ മാർച്ചായിട്ടായിരുന്നു സംഘത്തിന്റെ വരവ്. ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് CJP പ്രവർത്തകരെ നീക്കിയത്. വേദി പൊളിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയതോടെ പുതിയ സ്റ്റേജ് കെട്ടുകയും ബാനറുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായി. 70ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. IPS റാങ്കിലുള്ള 5 ഉദ്യോഗസ്ഥരടക്കം 118 പോലീസുകാർക്ക് പരിക്കേറ്റു. 20ഓളം വാഹനങ്ങൾ നശിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 130 CJP പ്രവർത്തകരും 40 പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ ചികിത്സ തേടി. MRL ആശുപത്രിയിൽ ചികിത്സയിലുള്ള 20 വയസ്സുകാരിക്ക് തലക്കേറ്റ പരിക്ക് ഗുരുതരമെന്നാണ് വിവരം. അതേസമയം CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത്ത് ദീപ്കെ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ വ്യക്തമാക്കി. CJPയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ ഈ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നുവെന്നും 20ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി
ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി സന്ദേശം അയക്കുക എന്നും തനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിച്ച് മാപ്പ് ചോദിക്കണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പൊരുതുമെന്നും ദീപ് കെ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് കോക്രോച്ച് ജനതാ പാർട്ടി ഉപാധികൾ വച്ചിരിക്കുകയാണ്. ജന്തർ മന്ദിറിൽ നേരിട്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് CJPയുടെ ആവശ്യം. കേന്ദ്രമന്ത്രിമാർക്കോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പോലീസിനോ ചർച്ചയിൽ പങ്കെടുക്കാം. നേരത്തെ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ നദ്ദയുമായുള്ള ചർച്ച വെറുതെ സമയം കളഞ്ഞെന്നും കൂടിയാലോചന നടത്തി തീരുമാനം പറയാമെന്ന് പറഞ്ഞ് നദ്ദ കബളിപ്പിച്ചെന്നും CJP ആരോപിച്ചു. CJP നേതാക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരാണ് മന്ത്രിയുമായി ചർച്ച നടത്തിയത്. സമരം അവസാനിപ്പിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥന. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്മാറില്ലെന്ന് CJP നേതാക്കൾ പറഞ്ഞു. അതേസമയം കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വലിയ രീതിയിലുള്ള പിന്തുണയാണ് CJPക്ക് നൽകുന്നത്. അതിൽ ഒരു പ്രമുഖ രഞ്ജിനി ഹരിദാസ് സമരവേദിയിൽ എത്തിയിരുന്നു. വിദ്യാഭ്യാസം മനുഷ്യനെ സംബന്ധിച്ച് പ്രധാന വിഷയമാണെന്നും അതിലെ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള സമരമായതിനാലാണ് CJPയുടെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നതെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. വാങ്ചുക്കിനെ സമരവേദിയിൽ നിന്ന് കൊണ്ടുപോയത് കണ്ട് സഹിച്ചില്ല. രാജ്യത്തിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യുന്നയാളെ ഏറെ അനാദരവോടെയാണ് കൊണ്ടുപോയത്. യൂണിഫോം പോലും ഇടാത്ത ആളുകൾ വെള്ളത്തുണിയിൽ മൃതദേഹം കൊണ്ടുപോകും പോലെയാണ് എടുത്തുകൊണ്ടുപോയതെന്നും രഞ്ജിനിയുടെ വിമർശനം. ഏത് സമരമാണെങ്കിലും അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കിയാണല്ലോ പിന്തുണയ്ക്കുന്നത്. വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ച് അത്രയേറെ പ്രധാനമായ കാര്യമാണ്. നീറ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ രാജ്യത്ത് വളരെ പ്രാധാന്യമുണ്ട്. ഗ്രാമങ്ങളിൽ കൂലിപ്പണി ചെയ്തും മറ്റുമുണ്ടാക്കുന്ന പണം കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ ജീവനൊടുക്കുന്ന സ്ഥിതി വരെ രാജ്യത്തുണ്ടായിരിക്കുന്നു. അതേക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പോലും തരുന്നില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം. ജന്തർ മന്ദിറിലെത്താൻ പോലും നിരവധി തടസ്സങ്ങളുണ്ട്. യുവാക്കൾ ഇവിടെ എത്തിയത് അടിയുണ്ടാക്കാനൊന്നുമല്ല, എന്നിട്ടാണ് ലാത്തി ചാർജും ടിയർ ഗ്യാസും കൊണ്ട് അവരെ പോലീസ് നേരിടുന്നതെന്നും രഞ്ജിനിയുടെ വിമർശനം. തനിക്കും ലാത്തി ചാർജ് കിട്ടിയേനെ, അടി കിട്ടിയ കുട്ടികൾക്ക് വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. ഭരിക്കുന്ന പാർട്ടിക്കെതിരെയല്ല, നിലപാടിനെതിരെയാണ് താൻ സംസാരിക്കുന്നത്. അതിന് എന്തിനാണ് ഭയക്കുന്നതെന്നും രഞ്ജിനിയുടെ ചോദ്യം. CJP സമരത്തിനിടെ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എങ്കിലും സമരം അവസാനിക്കുന്നില്ല. ഇരച്ചെത്തുകയാണ് പ്രവർത്തകർ. സമരപ്പന്തലായ ജന്തർ മന്ദിറിൽ നിന്ന് സമരക്കാരെ പോലീസ് അടിച്ചോടിക്കുകയാണ്. എന്തായാലും രാജ്യ തലസ്ഥാനം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വലിയൊരു പ്രക്ഷോഭം, രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയൊരു പ്രക്ഷോഭമാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപാട് കുട്ടികളുടെ ഭാവി നാളേക്കുള്ള, അല്ലെങ്കിൽ കുട്ടികൾ അവർ കഷ്ടപ്പെട്ട് നീറ്റിന് തയ്യാറെടുക്കുന്നു. പക്ഷേ ഒരു വശത്ത് നീറ്റ് ചോദ്യപേപ്പർ അടക്കം ചോർച്ച ഉണ്ടാകുന്നു. പക്ഷേ അധികാരികൾ വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റാത്തതിൻ്റെ പേരിൽ, നീറ്റിൽ തോറ്റ പേരിൽ എത്രയോ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. എത്രയോ പ്രതീക്ഷയോടെയാണ് നീറ്റ് ഈ രാജ്യത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ നോക്കിക്കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോപ്പി അടിച്ചും ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയുമൊക്കെ പലരും ഒരു വശത്ത് ജയിച്ചു പോകുമ്പോൾ, ഇങ്ങനെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് യാതൊരു വിലയുമില്ലാതെ പോകുമ്പോൾ കണ്ണടച്ചിരിക്കാൻ എങ്ങനെ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നു എന്ന ചോദ്യമാണ് ഉയരപ്പെടുന്നത്. എന്തായാലും വലിയ പ്രക്ഷോഭമാണ് രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. ആദ്യമൊന്നും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ കത്തിക്കയറുകയാണ് CJPയുടെ ഈ സമരം. പാറ്റകൾ രാജ്യ തലസ്ഥാനം കീഴടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.